ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഫീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നമുക്കിവിടെ വന്നിരിക്കുന്നത് സാക്രിഫൈസ്, കണക്ഷൻ, ഹേർട്ട് ബ്രേക്ക് ആൻഡ് ട്രൂ ലവ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അകന്നു മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൃദയം കൊണ്ട് നിങ്ങളിലേക്ക് ഒരു അടുപ്പം വേണമെന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷേ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവരായിട്ട് ആക്ഷൻ എടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ സ്വയം ഇവിടെ തിരിച്ചറിയാണ്. ചില കാര്യങ്ങളിൽ റിലേഷൻഷിപ്പിൽ സാക്രിഫൈസ് ചെയ്തിരുന്നു എങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു കണക്ഷൻ പൂർണ്ണമായിട്ടും വിട്ടു പോകാത്ത രീതിയിൽ ഇതിനെ നിലനിർത്തി കൊണ്ടുപോകാമായിരുന്നു. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള അവരുടെ ഒരു തീരുമാനം, അതെല്ലാമാണ് അവർക്ക് തെറ്റിപ്പോയത് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ല രീതിക്ക് ഇവർ വിലയിരുത്തുന്നുണ്ട്. ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ കാരണം നിങ്ങൾ ഒരുപാട് വേദനിക്കേണ്ടി വന്നതിലും അവർക്ക് സ്വയമേ ഒരു വേദന തോന്നുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ട്രൂ ലവ് ആണ്. വളരെ ഡീപ്പ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ളൊരു പ്രണയം, അട്രാക്ഷൻ, ഇതെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. വീണ്ടും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പരസ്പരം ഒരു കണക്ഷൻ, ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സോൾ ബ്രിഡ്ജ് ബിൽഡ് ചെയ്യണമെന്നും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബന്ധമാണെങ്കിൽ പോലും അതിനെ വീണ്ടെടുക്കണം. ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് വേണം. ഇനി മുന്നോട്ടേക്കുള്ള കാര്യത്തിൽ ഇവർ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും കാര്യത്തിൽ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് അത് ഞാൻ ചെയ്യില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു തീരുമാനങ്ങൾക്കെല്ലാം ഇവിടെ ഒരു മയം വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ചില കാര്യങ്ങൾ അവരവരുടെ തീരുമാനങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അപ്പൊ അങ്ങനെ ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ അവരുടെ വില്ലിങ് ആണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തവരാണെന്നുണ്ടെങ്കിൽ തുല്യമായ രീതിയിൽ അവരും ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറാണ് എന്നുള്ളൊരു ഫീലിങ്സ് ആണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു സമയത്ത് അവരിൽ വരുന്ന ഒരു ഫീലിങ്സ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്.